ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അല്ലാഹ്, ഇത് കൂടുതലാണ് എന്ന് ജനങ്ങൾ വിളിച്ചു പറയുമ്പോ, സ്വർഗാവകാശികൾ പറയുമ്പോ ഫയുക്ശഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിടയിലുള്ളതാകുന്ന മറയങ്ങ് നീക്കുകയാണ്, അവർക്കിടയിലുള്ള മറയങ്ങ് നീക്കുകയാണ്. അല്ലാഹുവും അവർക്കുമിടയിലുള്ള മറയങ്ങ് നീക്കുകയാണ്. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ ഇതാ കൺകുളിർക്കെ കാണുകയാണ്. വല്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും പടച്ചതാകുന്ന കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, സൗന്ദര്യത്തിന്റെ സ്വരൂപമാകുന്ന ലോകത്തിന്റെ നായകനെ പടച്ചവരല്ലയോ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചവനല്ലയോ അല്ലാഹ്. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സ്വരൂപികളെയും സൗന്ദര്യം അമിഞ്ഞൊഴുകുന്ന സ്ത്രീകളെയും സൃഷ്ടിച്ചവൻ റബ്ബല്ലയോ. സ്വർഗത്തിലുള്ള ആസ്വാദനങ്ങളും കർണാനന്തരമാകുന്ന സ്വർഗീയ വിഭവങ്ങളും സൃഷ്ടിച്ചത് ആ അല്ലാഹു അല്ലയോ. ആ പടച്ചറബ് എത്ര വലിയ സുന്ദരനാണ്. പടച്ചറബിനെ കാണുകയാണ്, അല്ലാഹുവിനെ കൺകുളിർക്കെ കാണുകയാണ്. ഈ ദുനിയാവിൽ ഹറാമ കാണാതെ കണ്ണുകളെ സംരക്ഷിച്ചതാകുന്ന കോളേജ് കുമാരന്മാരെ, ചെറുപ്പക്കാരെ, യുവതികളെ, പഠിച്ചു വെക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഏതെന്നറിയുമോ? അല്ലാഹുവിനെ കാണലാണ്, അല്ലാഹുവിനെ ദർശിക്കലാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഫമാ ഊതു ശൈആ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. ഉന്നതനായ മാന്യനായ പടച്ചറബിനെ കാണലോടുകൂടി അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സർവ്വ ആസ്വാദനങ്ങളും അവർ മറക്കുകയാണ്. ഈ ദുനിയാവിൽ നീ കണ്ടതാകുന്ന സൗന്ദര്യത്തിന്റെ സ്വരൂപമുള്ളതാകുന്ന സിനിമാ നടന്മാരില്ലയോ, 3-4 മണിക്കൂറുകൾ ഇതാ മേക്കപ്പ് മാന്റെ മുന്നിൽ ഇരുന്ന് കൊടുത്തവര്, മുഖമതാ മേക്കപ്പ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചതാകുന്ന സിനിമാ നടിമാരില്ലയോ. പഠിച്ചു വെക്കണേ. അവരെ ഇഷ്ടം വെക്കുന്ന യുവാക്കളെ, അവരെയല്ല നീ പ്രേമിക്കേണ്ടത്, പേടിക്കേണ്ടത് ഒരാളെയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ പടച്ചറപ്പാണ്. അതേ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ പടവർഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനില്ലയോ. ആ പടച്ചറപ്പാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൻ. ആ പടച്ചറപ്പിനെ കാണുന്നതോടുകൂടി ഇതാ ഈ ദുനിയാവിൽ അവന് നൽകപ്പെട്ടതും ആഖിറത്തിൽ അവന് നൽകപ്പെട്ടതുമായ സ്വർഗീയ വിഭവങ്ങളും രമ്യഗേഹങ്ങളും സ്വർഗീയ തരുണീമണികളും എല്ലാം അവൻ മറക്കുകയത്രേ.